ഈ സ്റ്റോണുകൾ അട്രാക്ട് ചെയ്യും ഇത്തരത്തിലുള്ള എനർജികളെ? ഇത് കത്തിച്ചിട്ട് ഇതിന്റെ പുക കൊടുക്കും. ഇതെന്താ സാധനം? റേക്കി ഹീലേഴ്സിന്റെ കയ്യിലൊക്കെ ഉണ്ട്. ബാഡ് എനർജിയെ നമുക്ക് റിമൂവ് ചെയ്തൊരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ കൊണ്ടുവരാൻ പറ്റും. ഇത് ഓറ ക്ലൻസിങ് സ്പ്രേ ആണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, സാത്താനെ ദൂരെ പോന്ന് പറയുന്ന പോലെ. അപ്പൊ ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ക്രിസ്റ്റൽസ് ഉണ്ട്, പിന്നെ മൂൺ എനർജൈസ്ഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ എന്നെ വിളിക്കുന്നത് ഹീലർമാരാണ്. ഇത് ഏതൊക്കെ സ്റ്റോൺസാ? കാർണേലിയൻ, സാക്രൽ ചക്ര. ഇതൊക്കെ എത്ര രൂപ വരും? ടെർമലൈൻ, ബ്ലാക്ക് ടെർമലൈൻ. ഇത് ഗാർനെറ്റ. റോഡ് ചക്രയ്ക്ക് നല്ല റോമയുള്ളവരില്ലേ, അവർക്ക് ഒരുപാട്. ബ്ലാക്ക് ടെർമലൈൻ ഇത് നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യും. അല്ലെങ്കിൽ ഒരാളെ വിളിച്ച അവർക്ക് വേണ്ടി അപ്പോ അവരുടെ കൈയിന്റെ അളവ് അനുസരിച്ചാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? റേക്കി കൊടുത്ത് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. സ്വന്തം ജീവിതമാണ് സ്വന്തം അനുഭവം. അതെ, രോഗത്തിന് വരാനിരുന്ന ഒരു അപകടം അങ്ങനെ അങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ സത്യം. സത്യമാണോ? അതെ അതെ അതെ, നമ്മളത് കളയുന്നതല്ല. ഈ സ്റ്റോണുകൾ അട്രാക്ട് ചെയ്യും ഇത്തരത്തിലുള്ള എനർജികളെയൊക്കെ? അവര് അട്രാക്ട് ചെയ്യല, നമ്മളെ ബാധിക്കാണ്ട് ഇവര് അത് വലിച്ചെടുക്കുക ചെയ്യണം, നമ്മളെ ബാധിക്കാണ്ട് സംരക്ഷിക്കുക ചെയ്യണം. അപ്പൊ ചുരുക്കം അതിന് ഇവിടെ പോകുമ്പോൾ ഊരി വെച്ചിട്ട് പോകണം. വലിയ സാമ്പത്തിക നഷ്ടം. ആ സ്റ്റോണിന് മാത്രം എന്തോ ഉണ്ടായിരുന്നു. അതെ, നമ്മള് സെമി പ്രഷ്യസ് ഇട്ടാ മതി. അപ്പൊ കുറച്ചല്ലേ ബാധിക്കും, സെമി അല്ലേ ഇത്? ഓക്കെ. അപ്പം പിന്നെ ഒരു രീതിയും കൂടി ഉണ്ട്. സേജ് ലീഫ്. ഇത് കത്തിച്ചിട്ട് ഇതിന്റെ പുക കൊടുക്കും. ഇതെന്താ സാധനം? ഇത് നമ്മുടെ നാട്ടില് കർപ്പൂര തുളസി അങ്ങനെ പറയുന്നത്. ഇത് വാങ്ങാൻ കിട്ടുമോ? ഇത് വാങ്ങാൻ കിട്ടും. ഇത് കാലിഫോർണിയനുണ്ട്, ഇന്ത്യനും ഉണ്ട്. ഇത് ഇന്ത്യൻ ആണ്. ഇത് എവിടുന്നാ വാങ്ങാം? ഇതും ഞാൻ ഈ ക്രിസ്റ്റൽ തന്നെ ചെയ്യുന്നവരുടെ അടുത്ത് തന്നെ വാങ്ങുന്നതാണ്, എടുക്കും. ഇത് പ്രത്യേകിച്ച് മണമില്ല, ഉണങ്ങിയ ഇലയുടെ മണമാണ്. ഇത് കത്തിച്ച് അതിന്റെ പുക ഇതിൽ പൊള്ളിക്കും. പിന്നെ റൂം ക്ലൻസ് ചെയ്യാൻ നല്ലതാ, ഓറ ക്ലൻസ് ചെയ്യാൻ നല്ലതാ. നമ്മളെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർ ഉപയോഗിക്കാറുണ്ടോ? സത്യം, അവരൊക്കെ റേക്കി ഹീലേഴ്സിന്റെ കയ്യിലൊക്കെ ഇതുണ്ടാവും. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഏത് സ്ഥലമായാലും അവിടുത്തെ ഒരു ബാഡ് എനർജിയെ നമുക്ക് റിമൂവ് ചെയ്തൊരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ കൊണ്ടുവരാൻ പറ്റും. ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുമോ? കിട്ടും കിട്ടും. ആമസോണിലൊക്കെ എത്ര രൂപ വില വരും ഇതിന്? ഇതിനധികം റേറ്റ് ഒന്നും ഇല്ല. ചന്ദനത്തിൽ ഉപയോഗിക്കുന്ന പോലെ കത്തിച്ച് ഉപയോഗിക്കാം. കത്തിച്ചിട്ട് ആവശ്യം കഴിയുമ്പോൾ കെടുത്തി വെക്കാം, പിന്നെ വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ വേറെന്താ രീതിയുള്ള? പിന്നെ ഇത് ഓറ ക്ലൻസിങ് സ്പ്രേ ആണ്. ഈ സ്പ്രേ സ്പ്രേ ഇറങ്ങിയോ? ഇതില് ക്രിസ്റ്റൽസ് ഉണ്ട്. ഇത് നമ്മൾ എനർജൈസ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ. ഇതിൽ ക്രിസ്റ്റൽസ് ഇട്ടിട്ടുണ്ട്. അതില് എസെൻഷ്യൽ ഓയിൽസ് ഒരു നമ്മുടെ ചക്രാസിന് ഉള്ള ഓരോ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. അതിലേക്ക് ഒന്ന് ഇങ്ങനെ അടിക്കാം. നമ്മുടെ നമ്മുടെ ഓറയിൽ മൊത്തം വീഴുന്ന പോലെ. ഒരു നല്ല മണം. നമ്മള് ഇപ്പൊ ഡൗൺ ഒക്കെ ഇരിക്കുമ്പോ ഒന്ന് നമ്മള് ഓക്കെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തു. എനിക്ക് എപ്പോഴും പലപ്പോഴും പല മോഡിലേക്ക് പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എടുത്തോട്ടെ. ഇതിന് എത്ര രൂപ വരും? അതിന് ഞാൻ കൊടുക്കുന്നത് 550. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ. മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഹീലേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവര് മറ്റുള്ളവരും ചോദിച്ചു തുടങ്ങി. അപ്പം ഇത് രാവിലെ റൂമിലും നമ്മുടെ ഓഫീസിലോ വീട്ടിലോ ഒക്കെ അടിച്ചാൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് അടിച്ചാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്നാണ് പറയുന്നത്. ക്രിസ്റ്റലിൽ അടിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഈ ക്രിസ്റ്റലിലും അടിക്കാം. അപ്പൊ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ശ്രീജയെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അടിച്ചോട്ടെ? അടിച്ചോ. ഇല്ലേ, സാത്താനെ ദൂരെ പോന്ന് പറയുന്ന പോലെ. അത് പെട്ടെന്ന് റിസൾട്ട് അറിയാനേ. നമ്മള് ദേഷ്യം വന്ന് അങ്ങനെയൊക്കെ ആ മൂഡിലൊക്കെ ഇരിക്കില്ല, അപ്പൊ ഒന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട്. സ്വാഭാവികമായിട്ട് നമ്മള് ദേഷ്യമൊക്കെ പെട്ടിരിക്കുമ്പോൾ മുഖം ഒന്ന് കഴുകിയാലും അങ്ങനെ വരില്ലേ? ഇത് ഇത്ര ഓറയിലേക്ക് അടിക്കണം. നമ്മള് ഫുൾ ഇത്ര ഉയരത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാം, പെട്ടെന്ന് ഷിഫ്റ്റ് വരും. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? പറയില്ല, ട്രേഡ് സീക്രട്ട് പറയില്ല. ഒരു കാര്യം പറയാം, ക്രിസ്റ്റൽസ് ഉണ്ട്, പിന്നെ മൂൺ എനർജൈസ്ഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് എസെൻഷ്യൽ ഓയിലിന്റെ ഒരു കൂട്ടുണ്ട്. അത് പറയില്ല. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. താല്പര്യമുള്ളവർ മാത്രം. ഇതൊരു മാർക്കറ്റിംഗ് വീഡിയോ ഒന്നുമല്ല. കൂടുതൽ എന്നെ വിളിക്കുന്നത് ഹീലർമാരാണ്. ഹീലർമാർക്ക് അത്യാവശ്യമാണല്ലോ, അവര് കഴിഞ്ഞതിനെ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഇവിടെ വന്ന പല ഇന്റർവ്യൂവിൽ വന്ന പല ആളുകൾ സജസ്റ്റ് ചെയ്ത പേരാണ് ശ്രീജയുടെ കയ്യിൽ കുറേ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയാൽ ആവശ്യക്കാർക്ക് ഉപയോഗിക്കും. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹീലേഴ്സ്, താങ്കൾ റേക്കി ഹീലർ കൂടിയാണ് അല്ലെ? മാസ്റ്റർ ഹീലറാണ്. അപ്പോൾ കുറേ പേര് ഇത് മറ്റുള്ളവർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പോലും ഇത് പഠിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. പല നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല, അവർ ഇതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ഇത് ചെയ്യുന്നവരാണ്. നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് കുറേ പേര് ഇത് പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന റെസ്പോൺസുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. പക്ഷേ അവർക്കൊക്കെ ആവശ്യമായ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താങ്കളെ ബന്ധപ്പെട്ടാൽ താങ്കൾ കൊടുക്കും. നമുക്ക് എൻ്റെ മുന്നിലൊരു വലിയ മരം, ഇത് നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതെന്താണ് ഇത്? ഇത് ക്രിസ്റ്റൽ ട്രീ 7 ചക്രാസിന്റെ
റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആ ഇത് നമ്മളുടെ വീട്ടിൽ വെക്കുമ്പോഴും നമ്മളായിട്ട് കണക്ഷൻ വരല്ലേ, ആ എൻവയോൺമെന്റ് മൊത്തം. വീട്ടിലും ഓഫീസിലൊക്കെ വെക്കാം. ഇതിങ്ങനെ വാങ്ങുന്നതാണോ താങ്കൾ? ഇത് ഞാൻ അങ്ങനെ തന്നെ. ഇതിലിപ്പോ എത്ര ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്? 2, 3, 4, 5. ഇത് ഏതൊക്കെ സ്റ്റോൺസാ? ഇത് താഴെ ഇതാണ് റെഡ് ജാസ്പർ, റൂട്ട് ചക്രയുടെ. കാർണേലിയൻ, സാക്രൽ ചക്ര. ഇത് യെല്ലോ ജാസ്പർ, മണിപ്പൂര ചക്രം, ലാപ്പിസ് ലസൂലി, ത്രോട്ട്, തേടൈ, എമത്തിസ്റ്റ്, ക്ലിയർ ക്വാർട്സ്, സഹസ്രാരം. ഇതെല്ലാം ചക്രാസ് ആണ്. എമത്തിസ്റ്റ് നമുക്ക് സഹസ്രാരത്തിനുള്ള അതിനും കൂടി ഉപയോഗിക്കാം. ഇതും സ്റ്റോൺസ് ആണോ? അതിലും ചിപ്പുകൾ വിതറിക്കാം. സ്റ്റോൺസിന്റെ ചിപ്സ് വിതറിക്കാം. ഇതൊക്കെ എത്ര രൂപ വരും? ഇത് ഞാൻ 750. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓഫീസിലേക്ക് വെക്കാം. എൻ്റെ പൈസ തരാം കേട്ടോ, വെറുതെ. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇത് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ വേറൊരു വീഡിയോയിൽ നമ്മൾ അബാക് ഡിബേറ്റിൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാം ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ആളുകൾ പല എനർജി ലെവലിലുള്ള ആളുകളാണ്. സാധാരണക്കാർ വരാറുണ്ട്, നിങ്ങളെപ്പോലുള്ള ഹീലേഴ്സ് വരാറുണ്ട്, ആത്മാക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ വരാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എനർജി ഇവിടെ കുറച്ച് ബാക്കി വെച്ചിട്ടായിരിക്കുമല്ലോ പോവാ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യം എന്തായിരിക്കും? ഇതെന്താ? ടെർമലൈൻ, ബ്ലാക്ക് ടെർമലൈൻ. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇതാണ് പ്രൊട്ടക്ഷനും നെഗറ്റീവ് എനർജീസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിന്റെ ഹാങ്ങർ ആണ്, ഡോറിന്റെ അവിടെ തൂക്കാം. ഇതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, ബ്ലാക്ക് ടെർമറിന്റെ. താങ്കളുടെ കൈ ഒന്ന് ഉയർത്തി കാണിക്കൂ ക്യാമറയിലേക്ക്. നിറയെ ബ്രേസ്ലെറ്റുകൾ. ഇതെന്തിനൊക്കെ ഉള്ളതാണ്? ഇതെന്റെ പേഴ്സണൽ ഒരു കാര്യത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയില്ല. ഇത് ഗാർനെറ്റാ, റോഡ് ചക്രയ്ക്ക് നല്ലതാണ്. പിന്നെ ഇത് റോസ് ക്വാർട്സിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നേരത്തെ ചോദിച്ച പോലെ റിലേഷൻഷിപ്പിന് ഇതിന്റെ ട്രോമ ഉള്ളവരില്ലേ അവർക്ക് ഒരുപാട്. ഞാൻ ഇന്ന് കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ഒരു കസ്റ്റമർ, ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് അവർക്ക് ഞാൻ കസ്റ്റമൈസ്, എനിക്ക് ഓരോരുത്തർ ഫോട്ടോ അയച്ചു തരാ ചെയ്യാം പേരും, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കസ്റ്റമൈസ് ചെയ്യാം. പെട്ടെന്ന് ഓരോന്ന് വരാം. ഞാൻ അവർക്ക് കാർണേലിയനും റോസ് ക്വാർട്സും വേറെ 2 സ്റ്റോണും വെച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു. അവർക്ക് അത് ഇട്ടിട്ട് ആദ്യത്തെ 2 ദിവസം നോൺ സ്റ്റോപ്പ് കരച്ചിലായിരുന്നു. പേടിച്ചിട്ട് അവരെന്നെ വിളിച്ചു. പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, റെഡിയാവും. അത് ഉള്ളിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്ന പണ്ട് തൊട്ടുള്ളതൊക്കെ മൊത്തം എൻ്റെ ഔട്ട് ചെയ്തു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് താങ്ക് യു ഒക്കെ പറഞ്ഞു. ആള് പണ്ടത്തെ പോലെ ചിരിച്ചു തുടങ്ങി. അത്രയ്ക്ക്. പെണ്ണ്. എത്ര വയസ്സുള്ള ആളാ? 44. ഈ കൗമാരക്കാരൊക്കെ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ? ഒരുപാട്. അവരാണ് കൂടുതൽ വിളിക്കുന്നത്. ആണ് പ്രണയത്തിന്റെ ആവശ്യം. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ വിളിക്കുന്നത്? രണ്ടുപേരും ഉണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ ഒരു കുറച്ച് പക്വത കുറവിന്റെ പ്രശ്നമുള്ളവരാണ് കൂടുതൽ വിളിക്കും. അവരെ ഒന്ന് കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടാണോ ഇത് കൊടുക്കുന്നത്? ഞാൻ എന്നെ വിളിക്കുന്നത്. ക്രിസ്റ്റൽ വാങ്ങുന്നവരെ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ പറഞ്ഞവർക്കൊക്കെ 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? ബ്ലാക്ക് ടെർമലൈൻ. ഇത് നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യും എന്ന് പറഞ്ഞാൽ അടുപ്പിക്കില്ല. ഇത് വാങ്ങി വെച്ചിരുന്നാൽ നല്ലതാണ്. ഇതതിന്റെ ഹാങ്ങറാണ്. ഇത്തരത്തിൽ പല രൂപങ്ങളിൽ ഇപ്പോൾ നാച്ചുറൽ സ്റ്റോണുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഒരു ഷോപ്പ് തുടങ്ങാവുന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയാ, എനിക്ക് ടൈം ബിസിനസ് പോലെയോ? ബിസിനസ് അല്ല, ഞാന് കുറച്ച് കാരണം ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞാൻ ടൈം എടുത്താ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ ഇവിടേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ ഒരാളെ വിളിച്ചാൽ അവർക്ക് വേണ്ടി അപ്പോൾ അവരുടെ കൈയിന്റെ അളവ് അനുസരിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് മുന്നേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. അതെ, ഞാൻ മാസ്റ്റർ ഹീലർ ആണ്. ക്രിസ്റ്റൽ അറ്റ്യൂൺമെന്റ് കൊടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ഞാൻ റേക്കിലോട്ട് വരാൻ കാരണം എനിക്ക് എപ്പോഴും അസുഖമാണ്, മൈഗ്രെയിൻ. ഒരു 9.5 വർഷത്തോളം മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ കാണാത്ത ഡോക്ടർമാരെന്ന് ഉദ്ദേശിച്ച് ആയുർവേദം, യുനാനി, ഇംഗ്ലീഷ്, ഹോമിയോപ്പതി എല്ലാം ട്രൈ ചെയ്തു. അവസാനം പിന്നെ ഡെയിലി പെയിൻ കില്ലറാണ്. പിന്നെ 2-3 പെയിൻ കില്ലർ എടുക്കേണ്ട അവസ്ഥ വന്നു തുടങ്ങി. പിന്നെ ദേഷ്യം, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കസിൻ വിനു ജയ്പാൽ, എൻ്റെ മാഷാണ്, അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് അതൊന്ന് പഠിക്കി, നിനക്ക് മാറ്റം വരും എന്നൊക്കെ പറഞ്ഞത്. ആദ്യം ഞാൻ ഈ റേക്കിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല, എങ്ങനെ ഇത് മാറാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്രീ ഹീലിംഗ് കൊടുക്കുന്നുണ്ട് മാസത്തിൽ 2 തവണ. അങ്ങനെ
അതിലൊന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ നല്ലൊരു റിലാക്സേഷനും സമാധാനമൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിനൊന്ന് കോൾ ചെയ്തു. ആ ടൈമിൽ എനിക്കുള്ള അസുഖമൊക്കെ ഫോണിൽ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എന്നെ പൂർണ്ണ വിശ്വാസമായി. അറ്റ്യൂൺമെൻ്റ് എടുത്തു. അറ്റ്യൂൺമെൻ്റ് എടുത്ത് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് അവസാനമായിട്ട് മൈഗ്രെയിൻ വരുന്നത്. അപ്പോൾ ഞാൻ ഗുളികയൊന്നും കഴിച്ചില്ല. റേക്കി പഠിച്ചിട്ടുണ്ടല്ലോ, പരീക്ഷിച്ച് നോക്കണമല്ലോ. അങ്ങനെ റേക്കി കൊടുത്ത് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. അതിന് ശേഷം ഇതേവരെ മൈഗ്രെയിൻ ഇല്ല. സ്വന്തം ജീവിതമാണ് സ്വന്തം അനുഭവം. അതെ.